നമസ്കാരം. ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഭാഷയാണ് സംസ്കൃതം. ലോകത്തിലെ ആദിമ ഭാഷകളിൽ ഒന്നാണ് സംസ്കൃതം. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും സയന്റിഫിക്കായ ഭാഷയും സംസ്കൃതമാണ്. മിക്ക യൂറോപ്യൻ ഭാഷകളുടെയും ഒട്ടുമിക്ക ഭാരതീയ ഭാഷകളുടെയും തുടക്കം സംസ്കൃതത്തിൽ നിന്നുമാണ്. സംസ്കൃതവും മറ്റു പ്രാചീന ഭാഷകളും പഠിക്കാതെ നമ്മുടെ ചരിത്രം തന്നെ കൃത്യമായി പഠിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ജർമ്മൻ ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയ മാക്സ് മുള്ളർ, അദ്ദേഹം അത് ചെയ്തത് അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് വായിച്ചിട്ടല്ല. അദ്ദേഹം സംസ്കൃതം പഠിച്ചു. എന്നിട്ട് അതിൻ്റെയൊക്കെ ഒറിജിനൽ സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടാണ് അദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്തത്. കഴിഞ്ഞ 1000 കൊല്ലം നമ്മളുടെ രാജ്യം അധിനിവേശ ശക്തികളുടെ പിടിയിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംസ്കൃതത്തിനോ മറ്റു പ്രാദേശിക ഭാരതീയ ഭാഷകൾക്കോ വേണ്ട പരിഗണന നൽകുവാൻ ഒരു ഭരണാധികാരിയും ശ്രമിച്ചിട്ടില്ല. സ്വന്തം ഭാഷ തന്നെ നഷ്ടപ്പെട്ട ഒരു ജനത ഐതിഹാസികമായ അവരുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ വിച്ഛേദിക്കപ്പെട്ടു. ഭാഷ നഷ്ടപ്പെട്ട ജനത അധിനിവേശ ഭാഷയിൽ കൂടെ സ്വന്തം ചരിത്രത്തെയും സംസ്കാരത്തെയും വില കുറച്ചും അപകർഷതാ ബോധത്തോടെയും കൂടി പഠിച്ചു തുടങ്ങി. നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യം എടുത്തു നോക്കൂ. ലോകമെമ്പാടും അനുദിനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണത്. അതേസമയം ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സംസ്കൃതത്തിന്റെ കാര്യം എടുത്തു നോക്കൂ. 1000 കൊല്ലം മുൻപ് അതിന്റെ വളർച്ച മുരടിച്ചുപോയി. എന്നിട്ട് പോലും സംസ്കൃതത്തിന് പല ആധുനിക ഭാഷകളെക്കാളും ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. സംസ്കൃതത്തിലും നമ്മുടെ പ്രാദേശിക ഭാഷകളിലുമൊക്കെ ഒരേ വസ്തുവിന് പല പര്യായങ്ങളുണ്ട്. ഗഗനം, നഭസ്, മാനം, ഇതൊക്കെ ആകാശത്തിന്റെ പര്യായങ്ങളാണ്. ഇതിൽ ഓരോന്നും ഓരോരുത്തടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ ശക്തിയിലാണ്. എന്നാൽ ഇതിനെയൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ റെപ്രസെന്റ് ചെയ്യുവാൻ ഒരേ ഒരു വാക്ക് മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ: സ്കൈ. ഇംഗ്ലീഷ് ഭാഷയുടെ ഈ പോരായ്മ ആദ്യം മനസ്സിലാക്കിയത് മഹർഷി അരവിന്ദനാണ്. ഭാരതത്തിന്റെ എല്ലാ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്ത വ്യക്തിയാണ് മഹർഷി അരവിന്ദൻ. ഇംഗ്ലീഷിന്റെ ഈ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പോരായ്മ മറികടക്കുവാൻ ക്ലാസിക്കൽ ഇംഗ്ലീഷ് എന്നൊരു പുതിയ വകഭേദം തന്നെ ഉണ്ടാക്കി അതിലേക്കാണ് അദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്തിന്റെ തന്നെ മാതാവായ സംസ്കൃതത്തെ അധികാരത്തിലെത്തിയ നെഹ്റു ഗവൺമെന്റ് തഴഞ്ഞു. ഇന്ന് സംസ്കൃതത്തിൽ റിസർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനുള്ള യാതൊരു സൗകര്യവുമില്ല. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ, സംസ്കൃതം എഴുതുവാനും വായിക്കാനും അറിയുന്നവരുടെ എണ്ണം ഭാരതത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കലി 0 ആവും. ഉറപ്പാണ്. ഇന്ന് സംസ്കൃതം പഠിക്കണമെങ്കിൽ ഗോ അബ്രോഡ്, വിദേശത്തേക്ക് പോകൂ. അവർക്കവിടെ ധാരാളം പണ്ഡിതന്മാരും സംസ്കൃത ഗ്രന്ഥങ്ങളുമുണ്ട്. India is the only country in the world whose history and language are in the hands of scholars outside the country. നമ്മൾ ഇന്ന് ഈ സ്ഥിതിയിലാകുവാനുള്ള അടിസ്ഥാന കാരണം നെഹ്റുവിയൻ വിദ്യാഭ്യാസ നയമാണ്. നമ്മുടെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പക്ഷേ എന്താണ് പ്രയോജനം? അവിടെ നിന്നിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്കും നേരെ ചൊവ്വേ സംസ്കൃതം കൈകാര്യം ചെയ്യുവാനോ നമ്മുടെ ഏതെങ്കിലും സംസ്കൃത ഗ്രന്ഥങ്ങൾ ക്രിട്ടിക്കലി റിവ്യൂ ചെയ്യുവാനോ ഉള്ള കഴിവില്ല. കാരണം ഇവിടങ്ങളിലുള്ള സംസ്കൃത വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഈസ് വെരി പുവർ. നമ്മുടെ ഫോക്കസ് ഇംഗ്ലീഷാണ്. ഞാനിത് പറയുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കരുതെന്നോ ഇംഗ്ലീഷ് സംസാരിക്കരുതെന്നോ ഇംഗ്ലീഷിൽ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കരുതെന്നോ എന്നൊന്നുമല്ല. നമ്മുടെ ചരിത്രവും സംസ്കാരവുമായി നമ്മളുടെ ഓർഗാനിക് കണക്ഷൻ, സ്വാഭാവികമായിട്ടുള്ള ബന്ധം, പുക്കിൾക്കൊടി ബന്ധം, അത് നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഭാഷകളും പഠിക്കണം. ഇംഗ്ലീഷിലുള്ള അതേ പ്രാധാന്യത്തോടെ നമ്മുടെ ഭാഷകളും പഠിക്കണം. ഏതൊരു ജനതയെയും അവരുടെ ചരിത്രത്തിനോടും സംസ്കാരത്തിനോടും ചേർത്ത് നിർത്തുന്നത് അവരുടെ ഭാഷയാണ്. ആ ഭാഷയുടെ വേരറ്റ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ചരിത്രത്തിനോടും സംസ്കാരത്തിനോടുമുള്ള വേരറുക്കപ്പെടും. സ്വന്തം ചരിത്രം അറിയാത്തവരെ മറ്റുള്ളവർ അധിക്ഷേപിക്കും. അവരുടെ ചരിത്രം തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് ആ ജനതയിൽ ഒരു അപകർഷതാ ബോധം സൃഷ്ടിക്കുവാൻ മറ്റുള്ളവർ ശ്രമിക്കും. സ്വന്തം ചരിത്രത്തോടും സംസ്കാരത്തോടുമുള്ള ഈ അപകർഷതാ ബോധമാണ് നെഹ്റുവിയൻ വിദ്യാഭ്യാസ നയത്തിന്റെ ആകമൊത്തം പരിണത ഫലം. അറബികൾ അറബിക് ഉപേക്ഷിച്ചില്ല, ഇസ്രായേലികൾ ഹീബ്രു ഉപേക്ഷിച്ചില്ല. എന്നാൽ നെഹ്റുവിയൻ ഭരണകൂടം സംസ്കൃതത്തെ ഉപേക്ഷിച്ചു. ഇന്ന് സംസ്കൃതം പോയിട്ട് ചരകനെയോ സുശ്രുതനെയോ കുറിച്ചു പോലും പഠിപ്പിക്കുവാൻ ശ്രമിച്ചാൽ കാവ്യവൽക്കരണം എന്ന പേരിൽ അധിക്ഷേപിക്കപ്പെടുന്നു. മഹാകഷ്ടം. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്.
വന്ദേ മാതരം.